നമ്മളിന്ന് റോട്ടർഡാം സെൻറ്ററിലോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ തവണയിലെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ തവണ പോകാൻ പറ്റാത്ത റോട്ടർഡാം സൂവിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ സ്കിപ്പോളിന്ന് മെട്രോ കയറിയിട്ടുണ്ട്. ഇത് നമ്മൾ റോട്ടർഡാം സെൻറ്ററിൽ ഇറങ്ങും. 9:58 നമ്മളവിടെ എത്തുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. അതിലവിടെ എഴുതിയിട്ടുണ്ട് റോട്ടർഡാം സെൻട്രൽ 9:16 എത്തുന്നു കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊരു 9:50-58 ഉള്ളത്. പിന്നെ നമ്മളിപ്പോൾ പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ഇൻ്റർസിറ്റി എന്ന് പറഞ്ഞൊരു ട്രെയിനാണ്. പിന്നെ ഇത് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ട്രാവൽ കാർഡ് എന്ന് പറയാം. നമ്മൾ OV ചിപ്പ് കാർഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമുക്ക് സ്കിപ്പോൾ എയർപോർട്ടിൽ നിന്ന് എടുക്കാവുന്നതാണ്. പിന്നെ ഇത് നമുക്ക് എല്ലാ ട്രാവൽ ചെയ്യുമ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ കാർഡ് യൂസ് ചെയ്യാം. അതിപ്പോൾ ട്രാമിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഏതിലാണെങ്കിലും നമുക്ക് ഈ കാർഡ് യൂസ് ചെയ്യാം. നമുക്കനുസരിച്ച് ഇത് ചാർജ് ചെയ്യുകയും ചെയ്യാം. €100 അല്ലെങ്കിൽ €200 അങ്ങനെയൊക്കെ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പം പേര് OV ചിപ്പ് കാർഡ്. അപ്പോൾ നമ്മൾ റോട്ടർഡാം എത്തി. ഇനി നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് അടിച്ചിട്ട് സൂവിലേക്ക് പോകണം. ട്രാമിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് അവിടുന്ന് ട്രാം ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ എക്സിറ്റ് അടിക്കുന്ന ഒരു ലൈനാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ സൂവിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറണം. അകത്തെത്തിയിട്ട് കാണാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിലൂടെ എൻട്രി കയറിയിട്ട് കാണാം. അതാ നമുക്കൊരു മാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. En daar nog eentje. Ja, en gewoon de zetel ervan. ഒരുപാട് തരത്തിലുള്ള മീനുകൾ ഉണ്ടായിരുന്നു. ഒരുപാടെന്ന് വെച്ചാൽ വെറൈറ്റി മീനുകൾ. കുറേ നേരം നമ്മളവിടെ നോക്കി നിന്ന് പോകും. കൂടുതലായും കുട്ടികളാണ് കേട്ടോ. അവരത് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന ടൂർ പാക്കേജ് പോലെ കൊണ്ടുവന്ന കുട്ടികളും പാരൻസിൻ്റെ കൂടെ വന്ന കുട്ടികളും അവർ ഫുൾ ഹാപ്പി ആയിരുന്നു. റോട്ടർഡാമിലെ ഹയസ്റ്റ് സൂ എന്നാണ് അറിയാൻ സാധിച്ചത്. വീക്കെൻഡിലല്ല നമ്മൾ പോയത്. എന്നിട്ട് തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സ്കൂൾ ടൂർ പോലെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന്. ഇപ്പം നമ്മളെ കുട്ടിക്കാലം പോലെ തന്നെ ഒരു ടീച്ചർക്ക് ഇത്ര കുട്ടികൾ എന്ന രീതിയിലാണ് ഇവരും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ടീച്ചറിൻ്റെ കൂടെ തന്നെ ഇവർ പോകുന്നത് കാണുമ്പോൾ
നെസ്റ്റ് മേടിച്ചു എന്ന് പറയാം. എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നു. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ബേർഡ്സിൻ്റെ സെക്ഷൻ എത്തിയിട്ടുണ്ട്. മേലെ നെറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ജിറാഫിനെ ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നേരിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുന്ന ഒരുപാട് ജീവികൾ ആ സൂവിലുണ്ടായിരുന്നു. നമ്മൾ ബയോളജിയിൽ പഠിച്ച സംഭവമാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഇതിൻ്റെ ഉള്ളിൽ ജീവി വന്നിട്ട് കയറിയിട്ട് ഇതാ കണ്ട, ഇതിൻ്റെ ഉള്ളിൽ ഒന്നുണ്ട്, കാണുന്നുണ്ടോ എനിക്ക്? താഴെ കുറച്ച് താഴെ.
കേട്ടോ.